അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഇഞ്ചിക്കറിയാണ്. നമ്മുടെ ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ചിക്കറി അങ്ങ് വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇഞ്ചിക്കറി ഒന്നും അധികം ആരും ട്രൈ ചെയ്തിട്ടില്ല. നമ്മളത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്കൊന്ന് പോവാം. നമുക്ക് ഈ ഓണമൊക്കെ അല്ലേ വന്നെ, അപ്പോൾ എല്ലാവരും ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇപ്പം നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 1/4 കിലോ ഇഞ്ചി, 250 ഗ്രാം ഇഞ്ചി എടുത്തുകൊണ്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ചിരണ്ടി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനൊന്ന് അരിഞ്ഞ് ചെറുതാക്കി എടുക്കട്ടെ. അപ്പം നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് ഒരു മുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി നമ്മുടെ ചിരകി വറുത്തെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് ചുമക്കണ പാകത്തിന് നമുക്കുണ്ടെങ്കിൽ 3/4 വേവൊന്നും പോരാ, 100% ഇത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അധികം നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതോടെയും വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് വേണ്ട തേങ്ങ വറുത്തതും നമ്മുടെ ഇഞ്ചി വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ചുവന്നുള്ളി, പച്ചമുളകും വട്ടത്തിലരിഞ്ഞെടുക്കണം. നന്നാക്കി കഴുകി വട്ടത്തിലരിഞ്ഞെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. നമ്മൾ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ കിട്ടണേ. അപ്പോൾ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി വേണമെങ്കിൽ മാറ്റാം. ഇത് നല്ല വെളിച്ചെണ്ണ ആട്ടിയുടെ വെളിച്ചെണ്ണ ഞാനിത് കളയല്ല. ഞാൻ ഇതാണ് കടയിൽ നിന്ന് വെളിച്ചെണ്ണ ഇത്ര വേണ്ട, ഇതിന് പകുതി വെളിച്ചെണ്ണ മതി. അപ്പോൾ ഞാൻ ആട്ടിയുടെ വെളിച്ചെണ്ണ കൊണ്ട് ഇത് കൂടുതൽ ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ നന്നായിട്ട് കൊടുക്കും. കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കടുക് കൊടുക്കും. കടുക് പൊട്ടി വന്നെങ്കിൽ നമ്മുടെ എന്താ ഒരുമാതിരി മൂത്ത് എല്ലാം കട്ടായിട്ട് വരുമ്പോൾ നമ്മുടെ ഇഞ്ചി ചാതി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. അതും ഒരുമാതിരി മൂത്ത് നന്നായിട്ട് സെറ്റായിട്ട് വരും. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ വറുത്തര ചേർത്തോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ വറുത്തര ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാൻ സമയമാവുള്ളൂ. എന്താ ചേർത്ത് നല്ല നല്ല കളറായിട്ട് മാറ്റാം. നമ്മൾ അടുപ്പിലേക്ക് വേണ്ടിയിട്ട് ചേർത്താണ് മറ്റേ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ. അതുകൊണ്ട് പിന്നെ മുളകൊക്കെ നായിട്ട് ചേർത്തുണ്ട്. കൂടുതൽ എരിവ് വേണ്ടവർ ചേർത്താൽ മതി. ഇനി നമ്മൾ പുളി കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിൽ അടിച്ച് നമ്മൾ എടുത്തങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ വറുത്തര അടിച്ച് അതിൻ്റെ ബാലൻസ് ഇതാക്കി എടുത്തിട്ട് അതോടെ ഒഴിച്ച് കൊടുക്കുക. അത് അവനോട് പാകത്തിന് ഉള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ് വേണം. ഞാൻ അതിൽ അതൊക്കെ ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കണം, ഒരു കുറച്ച് ഉപ്പ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാക്കണം, തിളച്ച് വരട്ടെ, ഒരു സാധനം ചേർക്കാണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി തിളച്ചുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ശർക്കര പൊടിച്ച് കഴിഞ്ഞാൽ അതിന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടീഷൻ വരും, അന്നേരം തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ അടിപൊളി കറി, നമ്മുടെ കറി എല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അടിപൊളി രുചിയാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക ഓണായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കാണാനുള്ള ഒരു ഇത് നിങ്ങൾ ചെയ്തു തരിക. എൻ്റെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരും.